നാലാമത്തൊരു ചോദ്യം, സൂറത്തു നിസാഇൻ്റെ 24-ാമത്തെ ആയത്ത്, വൽ മുഹ്സനാതു മിനൻ നിസാ എന്ന് തുടങ്ങുന്ന ആയത്ത്. ആ ആയത്തിൽ ഔമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ആയത്തിൻ്റെ പ്രസക്തി എന്താണ്? ഈ ഒരു കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം ഇസ്ലാം നസ്ഖ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിലുള്ള മദ്രസകളിലും കോളേജുകളിലും അടിമ സമ്പ്രദായത്തിൻ്റെ നിയമാവലികളെ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? എന്താണ് അതിൻ്റെ പ്രസക്തി എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, അടിമ സമ്പ്രദായം എന്നുള്ളത് ഇസ്ലാം പുതുതായി കൊണ്ടുവന്ന ഒന്നല്ല, മറിച്ച് മുമ്പ് കഴിഞ്ഞു പോയ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരും ഭരണാധികാരികളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സകല മതങ്ങളും അടിമ സമ്പ്രദായം വെച്ച് പുലർത്തിയവരായിരുന്നു. ഇസ്ലാമായിക്കൊണ്ട് തുടങ്ങിയതല്ല അടിമ സമ്പ്രദായം. അതുമാത്രമല്ല, ഇസ്ലാം അടിമ സമ്പ്രദായത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുള്ളത് നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. മറ്റു മതങ്ങൾ അടിമകളായി സ്വീകരിക്കുന്നത് പല രൂപത്തിലാണ്. സ്വതന്ത്രനായ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിൽക്കും. ദാരിദ്ര്യം കാരണം ഉമ്മമാർ ചെറിയ മക്കൾ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. പിന്നെ യുദ്ധത്തിലൂടെ, ഈ രൂപത്തിലൊക്കെയാണ് മറ്റു മതങ്ങളിലും മുമ്പ് കഴിഞ്ഞുപോയ പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും അടിമ സമ്പ്രദായം നിലവിൽ വന്നത്. പക്ഷെ ഇസ്ലാമിൽ അടിമ ഉണ്ടാകുന്നത് ഒറ്റൊരു രൂപത്തിൽ മാത്രമാണ്. അത് അമുസ്ലിമീങ്ങളുമായിട്ടുള്ള കുഫാറുകളുമായിട്ടുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന കുഫാറുകളുടെ വിഷയത്തിൽ ആ രാജ്യം ഭരിക്കുന്ന മുസ്ലിം ഭരണാധികാരി മുസ്ലിം സമുദായത്തിൻ്റെ മസ്ലഹത്ത്, നന്മ പരിഗണിച്ചുകൊണ്ട് 4 കാര്യം തീരുമാനിക്കും. ഒന്നെങ്കിൽ ആ പിടിക്കപ്പെട്ട തടവുപുള്ളികളെ വെറുതെ വിടുക, അല്ലെങ്കിൽ ആ പിടിക്കപ്പെട്ട തടവുപുള്ളികളെ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് അവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കുക, അതല്ലെങ്കിൽ അവരെ കൊന്നുകളയുക, അതല്ലെങ്കിൽ അടിമകളായി മുസ്ലിം നാട്ടുകാർക്ക് വീതം വെച്ച് കൊടുക്കുക. ഈ 4 രൂപമാണ് മുസ്ലിം ഭരണാധികാരികൾക്ക് സ്വീകരിക്കേണ്ടത്. അതിലേതാണോ ഉമ്മത്തിന് ഏറ്റവും മസ്ലഹത്തായിട്ടുള്ള നന്മയായിട്ടുള്ളത് ആ നിലപാടായിരിക്കും ഭരണാധികാരി സ്വീകരിക്കുക. ആ ഒരു മാർഗത്തിൽ കൂടി മാത്രമാണ് ഇസ്ലാമിൽ അടിമകൾ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, മറ്റു മതസ്ഥർ, മറ്റു മതങ്ങളും മറ്റു ഭരണാധികാരികളും അടിമകളെ കണ്ടിരുന്നത് വെറും ഒരു കച്ചവട ചരക്കായിട്ട് മാത്രമാണ്. മനുഷ്യനെന്ന വില പോലും അവർ അടിമകൾക്ക് നൽകിയിരുന്നില്ല. അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം അടിമകൾക്കുള്ള അവരുടേതായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും അടിമകളെ മനുഷ്യരായി കാണണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അടിമകൾക്ക് കഴിയുന്ന, അവരെ കൊണ്ട് സാധിക്കാത്ത പണികൾ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല. മാന്യമായ രൂപത്തിൽ അവർക്കൊരു ഭക്ഷണം നൽകണം, മാന്യമായ രൂപത്തിൽ അവർക്ക് പാർപ്പിടം നൽകണം. റസൂലുള്ളാഹി തങ്ങൾ അടിമകളുടെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഏത് കാലഘട്ടത്തിൽ? അടിമകളെ വെറും അടിമപ്പാളയത്തിൽ വിൽക്കുന്ന ചരക്കുകളായി മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളോടുള്ള ഈ പെരുമാറ്റ രീതികളും ചട്ടങ്ങളും പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഇസ്ലാമിൽ അടിമ സമ്പ്രദായത്തെ, അടിമമോചനത്തെ വലിയ പുണ്യമുള്ള അമലായി പഠിപ്പിച്ചു. എല്ലാ കഫാറത്തിൻ്റെയും തുടക്കത്തിൽ ഒന്നാമതായി പറയുന്നത് അടിമമോചനമാണ്. ലിഹാർ, അതിൻ്റെ കഫാറത്ത് ഒന്നാമതായി പറയുന്നത് നിങ്ങൾ അടിമയെ മോചിപ്പിക്കണം. അതേപോലെ സത്യലംഘനം ഒന്നാമത്തെ കഫാറത്തായിട്ട് പറയുന്നത് അടിമയെ മോചിപ്പിക്കണം. അതേപോലെ റമളാനിൻ്റെ പകലുകളിൽ ജിമായിൽ ഏർപ്പെട്ട് നോമ്പിനെ ബാത്തിലാക്കിയവർ, കഫാറത്ത് ഒന്നാമതായി പറയുന്നത് നിങ്ങൾ അടിമയെ മോചിപ്പിക്കണം. അതേപോലെ എല്ലാ കാര്യത്തിലും ഇസ്ലാം മുന്തിക്കുന്നത് അടിമമോചനത്തെയാണ്. അതിനുദ്ദേശം അടിമ സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യുക, അടിമ എന്ന ഒരു വംശത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് ചോദിക്കാം, ഇസ്ലാമിൽ അടിമ സമ്പ്രദായം നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ആ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായത്തെ നസ്ഖ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമായിരുന്നില്ല. കാരണം മുസ്ലിമീങ്ങൾ അടിമ സമ്പ്രദായം ഇല്ലായ്മ ചെയ്യും. യുദ്ധം നടക്കുന്ന സമയമാണ്. കുഫാറുകൾ മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് അടിമകളാക്കും. തിരിച്ചൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും അതൊരു പ്രായോഗികമായിരുന്നില്ല. മറിച്ച് അടിമകൾ ഉള്ള സമയത്താണ് ഈ ആയത്തിൻ്റെ ഇറക്കം, ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ എപ്രകാരമാണോ ഈ ആയത്തിന് പ്രസക്തി ഉണ്ടായിരുന്നത്, അതേപോലെ ഇന്നും ഈ ആയത്ത് പ്രസക്തമാണ്, ഖിയാമത്ത് നാൾ വരെ പ്രസക്തവുമാണ്. കാരണം ഇനി അടിമ സമ്പ്രദായം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അവസരമുണ്ട്, ഉണ്ടായേക്കാം. ആ സമയത്തും ഈ നിയമങ്ങൾ ബാധകമാണ്. അതേപോലെ ഈ ഒരു കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ റഹ്മഹുള്ളയോട് ചോദിക്കപ്പെട്ടു, ഈ ഒരു കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം എങ്ങനെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പായാൽ പണ്ട് റസൂലായിട്ട് അങ്ങനെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അടിമകളോട് പെരുമാറപ്പെട്ടത് അതേപോലെ ഇന്നും നമുക്ക് പെരുമാറാവുന്നതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അടിമകൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ചില വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആയത്ത് അവിടെ പ്രസക്തമാണ്. ഇനി ഉണ്ടായിക്കൂടാ എന്നില്ല. യുദ്ധങ്ങൾ സംഭവിക്കാം, അടിമ സമ്പ്രദായം വീണ്ടും ഉടലെടുത്തേക്കാം. ആ കാലഘട്ടത്തിലും ഈ ആയത്ത് പ്രസക്തമാണ്. അതാണ് നമ്മൾ ഈ ഫത്വയുടെ ഈ ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മദ്രസകളിലും കോളേജുകളിലും ഈ അടിമ സമ്പ്രദായത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മിംബാബിൽ ഇൽമെന്ന അടിസ്ഥാനത്തിലാണ്. ഷറഇൻ്റെ വ്യത്യസ്തമായ ഇൽമിൻ്റെ ശാഖകളും കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ ഒന്നും വിട്ടിട്ടില്ല. അടിമകളുമായി ബന്ധപ്പെട്ട അഹ്കാമുകളും എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രനെ വിൽക്കുക, അതേപോലെ മക്കളെ വിൽക്കുക, ഇതെല്ലാം ഇസ്ലാം നിരോധിച്ചതുമാണ്. അടിമകൾ ഉണ്ടാകുന്ന മറ്റു മതങ്ങളിൽ അടിമ സമ്പ്രദായം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാം വിരോധിച്ചതുമാണ് എന്ന് നമ്മൾ ഈ ഉത്തരത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا